परम पावन राम पाप विमोचन. എല്ലാവർക്കും നമസ്കാരം. ഈ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ സംഗീത മത്സരത്തിൽ സമ്മാനം ലഭിച്ച, പ്രത്യേകിച്ച് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്നിങ്ങനെ പറയുന്നില്ല, സമ്മാനം ലഭിച്ച 6 പേർക്കും അഭിനന്ദനങ്ങൾ പറയുന്നതോടൊപ്പം ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സവിശേഷത എന്ന് വെച്ചാൽ ഈ സമ്മാനം കിട്ടിയ 6 പേരും ഇവിടെ അവരുടെ സംഗീതം അവതരിപ്പിക്കാൻ വന്നു എന്നുള്ളതാണ്. ആ വന്നതിൽ പ്രത്യേകിച്ച് എന്തെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സമയത്തിനുള്ളിലും ഞങ്ങൾ പറഞ്ഞ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് 7 മണിക്ക് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഈ സമ്മാനം കിട്ടിയവരുടെ പെർഫോമൻസ് തീർക്കണമെന്ന് പറഞ്ഞിരുന്നു. അവരെല്ലാവരും ആ ചിട്ടയായിട്ട് അത് പറഞ്ഞതനുസരിച്ച് ഈ പ്രോഗ്രാം 7 മണിക്ക് തുടങ്ങുന്നതിന് സൗകര്യമൊരുക്കിയിരുന്നു. അതുകൊണ്ട് ആ സമ്മാനം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും എത്തിക്കുകയാണ്. പിന്നെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ബുക്കിനെ കുറിച്ച്, ഈ രാമഭാഗവതരും ഞാനുമായിട്ട് എന്താ ബന്ധമെന്ന് ആലോചിക്കും. ഇവിടെ ത്യാഗരാജോത്സവം തുടങ്ങിയിട്ട് തന്നെ 100 കൊല്ലം കഴിഞ്ഞു. എനിക്ക് ബാക്കി വെച്ചാൽ 64 വയസ്സായിട്ടുണ്ട്. പക്ഷേ ഈ പാലക്കാട് ശ്രീ രാമഭാഗവതരുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം രചിച്ച ജതിസ്വരങ്ങൾ എല്ലാം തന്നെ എനിക്കറിയാവുന്നതാണ്. അടുത്ത ചോദ്യം വരും, അതെങ്ങനെ കിട്ടിയെന്ന്. ചെറിയൊരു കഥ കൂടി പറഞ്ഞിട്ട് നിർത്താം, അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ അച്ഛന് 2 സഹോദരന്മാർ, ഒരു ജ്യേഷ്ഠ സഹോദരനും ഒരു അനിയ സഹോദരനും. മൂത്താള് ഗണപതി, രണ്ടാമത്തെ ആള് രാജഗോപാലയ്യ, ചെറിയ ആള് ഹരിഹരൻ. ഈ 3 പേരിൽ എൻ്റെ അച്ഛന് മാത്രം, ബാക്കി 2 പേരും വി ഗണപതി വി ഹരിഹരൻ, എൻ്റെ അച്ഛന് മാത്രം KV രാജഗോപാലയ്യർ എന്നാണ് നിശ്ചയം. അപ്പോൾ ഒരിക്കൽ ഞാൻ അമ്മയുടെ ചോദിച്ചു, എൻ്റെ അച്ഛന് മാത്രം എന്താ ഇങ്ങനെ KV, ഒരു അഡീഷണൽ ഒരു K? അതങ്ങനെ വന്നു പോയതാണ്. നിന്റെ മുത്തച്ഛൻ കിളിമാനൂർ രാജവംശത്തിലെ കഥകളി പാട്ടുകാരനായിരുന്നു വെങ്കടേശ്വരയ്യ. അതുകൊണ്ടാണ് നിന്റെ അച്ഛന് KV എന്ന് വന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരനോ അത് വിട്ടുപോയി, പോട്ടെ. ഇപ്പം എന്തിനു പറയുന്നത് വെച്ചാൽ, കിളിമാനൂർ രാജവംശത്തിൽ നിന്ന് ആ രാജവംശം ക്ഷയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാവരും തിരുവനന്തപുരത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴും അന്നും ഇന്നത്തെ പോലെ അല്ലല്ലോ, നമുക്കെല്ലാം അറിയാമല്ലോ. അന്ന് കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇക്ഷായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സ്വാതിരുന്നാൾ കീർത്തനങ്ങളുടെ പുനരുജ്ജീവിപ്പിക്കൽ നടന്നുകൊണ്ടിരുന്നത്. പലതിനും ഒരുമാതിരി കീർത്തനങ്ങൾക്ക് ഒരു സ്കെച്ച് ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു പൂർണ്ണത വന്നത് ഹരികേശനുള്ള മുത്തയാഭാവകർ, ചെമ്മൻകുടി സാർ അവരൊക്കെ അത് കൈകാര്യം ചെയ്തതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ഹരികേശനുള്ള മുത്തയാഭാവകർ ഈ കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നൊട്ടേറ്റ് ചെയ്യാൻ ഒരാൾ വേണം, സ്വരപ്പെടുത്താൻ ഒരാൾ വേണം. അപ്പോൾ ആരോ പാരസിൽ പറഞ്ഞു, ദീപത്തെരുവിൽ ഒരു ഗോപാലൻ എടുക്കാൻ, അങ്ങനെയാണല്ലോ കൊളോക്കിയൽ. ദീപത്തെരുവ് എന്ന് പറഞ്ഞാൽ പള്ളത്തെരുവ് ഒരു ഗോപാലൻ എടുക്കാൻ, അവൻ നന്നാ എഴുതുവാൻ. അപ്പം ആ സമയത്ത് എൻ്റെ അച്ഛൻ ചെങ്കാളിപുരം അനന്തരാമ ദീക്ഷിതരുടെ കൂടെ ഹാർമോണിയം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഹാർമോണിയത്തിൻ്റെ ടച്ചൊക്കെ ഇന്ന് കിട്ടാതെ പോയിരിക്കുക, ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു.
അവരേത് ശ്രുതിയിലും അനായാസമായിട്ട് എല്ലാ രാഗവും വായിക്കും. അങ്ങനെയുള്ള കഴിവുള്ളവരായിരുന്നു എൻ്റെ അച്ഛൻ ഉൾപ്പെടെ. ഞങ്ങൾക്കൊന്നും ആ പ്രായത്തിൽ അതിൻ്റെ വില അറിഞ്ഞില്ലെന്നുള്ളതാണ്, നഷ്ടപ്പെടുത്തിയതാണ്. സാരമില്ല, പോട്ടെ. അപ്പോൾ അങ്ങനെ ആ കീർത്തനങ്ങൾ ചിട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കീർത്തനങ്ങൾ ആരെങ്കിലും പാടാതെ പഠിക്കാതെ പ്രചുര പ്രചാരം വരില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്ത് കർണാടക സംഗീതത്തിലെ സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജ് തുടങ്ങിയത്. അന്നത്തെ കോഴ്സ് ഗായക, 3 കൊല്ലത്തെ കോഴ്സ്. അപ്പോൾ അടുത്ത ചോദ്യം എന്തായി? സംഗീതം പഠിച്ചു നടക്കുന്നവർക്ക് ഉപജീവനം എന്താണ്? കേരളത്തിലെ എല്ലാ മ്യൂസിക് സ്കൂളുകളിലും മ്യൂസിക് ടീച്ചറിൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണത്. അപ്പോൾ ആ ഗായക കോഴ്സിലെ ആദ്യത്തെ ബാച്ചിലായിരുന്നു എൻ്റെ അച്ഛൻ. അന്ന് CS കൃഷ്ണൻ സാറൊക്കെ ഉണ്ട് അവിടെ, ജമ്മൻകുടി സാറ് പ്രിൻസിപ്പൽ. അങ്ങനെ അപ്പോൾ CS കൃഷ്ണൻ സാർക്ക് ചോറും കറിയും വെച്ചു കൊടുത്ത് കൂടെ ജീവിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ 1ഉം 2ഉം കൊല്ലം കഴിഞ്ഞു CS കൃഷ്ണൻ സാറ് ട്രാൻസ്ഫറായി പാലക്കാടേക്ക് വന്നു. അന്നത്തെ ഫീസ് 2 രൂപ കൊടുക്കാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലില്ല. പഠിത്തം നിന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അച്ഛൻ വീടിൻ്റെ വാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാലക്കാട് രാമഭാഗവതൻ നടന്നു വരുന്നത്. പിന്നെ പഠിപ്പ് നിന്നു ചൊല്ലിയ ആമാ എന്നെ പണ്ണ പോറേ പുഴയ്ക്കടത്തേക്ക് என்ன பண்ணணும் தெரியல. இந்த ஒரு புக்கு வச்சுக்கோ, இதில் நான் பண்ணின ஜெய்ஸ்வரங்கள்லாம் இருக்குது, குழந்தைகளுக்கு சொல்லிக் கொடுத்து உபஜீவனம் பண்ணிக்கும். അത് അന്ന് വിട്ടു. അന്ന് അത് മാത്രം നഷ്ടപ്പെട്ടില്ല. ആ ജൈസ്വരങ്ങളെല്ലാം എനിക്ക് കിട്ടി. ആ ജൈസ്വരങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, കർണാടക സംഗീതം അക്കമ്പനിമെൻ്റ് വായിക്കുന്നവർക്ക് ശരി, കർണാടക സംഗീതത്തിന് സോളോ വായിക്കുന്നവർ വെച്ചത് റിതമിക് സെൻസ്, താളജ്ഞാനം, താളബോധം. താളജ്ഞാനം വേറെ, താളബോധം വേറെ. ഈ താളബോധം എന്താണെന്ന് വെച്ചാൽ താളത്തിൽ നോക്കാതെ താളത്തിൽ വായിക്കുക, അതാണ് താളബോധം. ഈ ജതിസ്വരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ മനോധർമ്മ സ്വരത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും എത്ര പേര് ബില്ലിംഗ് ആണെങ്കിലും ശരി തന്നെ ഫ്രീ ആയിട്ട് ആ ജതിസ്വരങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ അത് പഠിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഗുണം അറിയുള്ളൂ. ഈ ജതിസ്വരം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ തന്നെ ഒരു കുട്ടി സംഗീതം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗീതം പഠിച്ചിട്ട് ജതിസ്വരം സ്വരജതി ജതിസ്വരം പഠിക്കുകയാണെങ്കിൽ പിന്നെ അവൻ ഗീതം പാടുകയില്ല, ഗീതം പിന്നെ അവന് വേണ്ട. ജൈസ്വരമോ സ്വരജതിയോ പഠിച്ചു കഴിഞ്ഞ് വർണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ താഴെ കാണുന്ന രണ്ടും വേണ്ട. വർണ്ണം പഠിച്ച് കീർത്തനം പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ വർണ്ണവും വേണ്ട. കീർത്തനം പഠിച്ച് 2 കള കീർത്തനം പഠിച്ചാലോ പിന്നെ 1 കള കീർത്തനവും വേണ്ട. ഇതൊക്കെയാണ് നമ്മളുടെ സംഗീതത്തിൽ വരുന്ന ശരിയായ അപചയം എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ പഠിച്ച ഗീതം ഓർമ്മയില്ലെങ്കിൽ ഞാൻ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും, ഞാൻ എങ്ങനെ ജൈസ്വരം പഠിപ്പിക്കും? അപ്പോൾ ഇതെല്ലാം അഭ്യാസഗാനം, സഭാഗാനം എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ സാഹിത്യമില്ലാതെ ഉള്ളൊരു പാട്ടാണ് ജതിസ്വരം. ആ ജതിസ്വരം കൊണ്ടുള്ള അനിർവചനീയമായ സൗഖ്യങ്ങളും കോൺഫിഡൻസും കിട്ടിയവനാണ് ഞാൻ. അപ്പോൾ ഈ ബുക്കിൽ ഞാനൊരു ഫോർവേഡ് എഴുതിയിട്ടുണ്ട്. അല്ലാതെ പാലക്കാട് ഞാൻ വന്നത് 86-ലാണ്. രാമഭാഗവതരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ എൻ്റെ അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കയറിയത്. എല്ലാവർക്കും നമസ്കാരം. പരമ